കറുപ്പ് മൂവി കണ്ടപ്പോൾ കുറേ പേർക്കും തോന്നിയ ഒരു ഡൗട്ടാണ് ഇത്. ബിനു തിരിച്ചു വന്നു. ഇന്ന് രാവിലെ ഒരു മീം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറേ പേർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതൊന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ കറുപ്പ് മൂവി കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു സ്പോയിലർ ആയിരിക്കും. സോ സ്പോയിലർ അല്ലേ. ആദ്യത്തെ പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ കറുപ്പ് സ്വാമി തന്റെ പവർ ഒന്നും യൂസ് ചെയ്യാതെ വേറെ വഴിയിലൂടെയൊക്കെ ബിനുവിനെ അച്ഛനെ സഹായിക്കാനും അവർക്ക് ജസ്റ്റിസ് മേടിച്ചു കൊടുക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും അത് നടക്കുന്നില്ല. താൻ കൊടുത്തു പോയൊരു വാക്കിന്റെ പുറത്ത് പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഗോൾഡ് ഒക്കെ കിട്ടാൻ നല്ല ലേറ്റ് ആവും. അങ്ങനെ ബിനു മരിച്ചു എന്ന വാർത്ത അറിഞ്ഞ കറുപ്പിനോട് തൃഷയുടെ ക്യാരക്ടർ പറയും, നിങ്ങൾ തോറ്റത് ഒരു ദൈവമായിട്ടല്ല മനുഷ്യനായിട്ടാണ്. മനുഷ്യന്മാർക്ക് ഈ തോൽക്കുന്നതെന്ന് പറയുന്നത് പുതിയ കാര്യമല്ലെന്ന്. അപ്പോൾ തന്നെ കറുപ്പ് അതിനൊരു മറുപടിയും പറയുന്നുണ്ട്, അങ്ങനെയാണ് ഈ കോടതിയിൽ അവസാനം തോൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ഞാനായിരിക്കുമെന്ന്. സോ ആ ഒരു പോയിന്റിൽ കറുപ്പ് വില്ലന് കൊടുത്ത വാക്കും ആ പവേഴ്സും ഒക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ചലഞ്ചും അവിടെ തീരും. സോ അത് കഴിഞ്ഞ് അങ്ങോട്ട് കറുപ്പ് തന്റെ പവർ വെച്ച് എന്തെല്ലാം ചെയ്യാവോ, എങ്ങനെയൊക്കെ ആ കോർട്ടിൽ തോറ്റുപോയ ജനങ്ങളെ നീതി മേടിച്ചു കൊടുക്കാവോ അതൊക്കെ ചെയ്യുന്നുണ്ട്. സോ അറ്റ് ലാസ്റ്റ് അവിടെ ഒരിക്കലും നീതി കിട്ടില്ല എന്ന് വിചാരിച്ച ആളുകളെല്ലാം അവരാഗ്രഹിച്ച പോലെ നീതി കിട്ടുകയും അവരെ ഹാപ്പി ആയിട്ടുള്ള മുഖങ്ങളൊക്കെ കണ്ട തൃഷയുടെ ക്യാരക്ടറിനോട് മുന്നേ ബിനു പറഞ്ഞ കാര്യം അവൾക്കും അവളുടെ അച്ഛനും അവകാശപ്പെട്ടത് കിട്ടി എല്ലാം ശരിയാകുമ്പോൾ ആ ഹോട്ടലിൽ നിന്ന് അവരുടെ അച്ഛൻ്റെ കൂടെ ഒരു ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞ കാര്യം ഓർത്ത തൃഷ എല്ലാവർക്കും നീതി ലഭിച്ചപ്പോൾ അവർക്കും ജസ്റ്റിസ് കിട്ടി എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മളത് സിംബോളിക്കായി ബിനു തിരിച്ചു വന്നു എന്ന് കാണിച്ചതാവും ആ ഒരു സീൻ. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്താന്ന് വെച്ചാൽ തന്റെ പവർ കൊണ്ട് ആളുകൾക്കെല്ലാം നീതി മേടിച്ചു കൊടുത്ത കറുപ്പ് അത്രയും പവറുള്ള ഒരു ദൈവത്തിന് പറ്റിപ്പോയ ഒരു പിഴവ് കാരണം നഷ്ടമായ ഒരു ജീവൻ കണ്ട് അപ്പോൾ തന്നെ കൊണ്ട് പവേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നാലും പിന്നീട് തനിക്ക് തന്റെ ശക്തികളൊക്കെ തിരിച്ചു കിട്ടിയ സമയത്ത് വീണ്ടും ആ ഒരു പെൺകുട്ടിയെ, അതായത് ബിനുവിനെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അങ്ങനെ അവര് ലാസ്റ്റ് ഒരു ഹോട്ടലിലേക്ക് വരുന്നതായിരിക്കും അവിടെ കാണിച്ചത്. സോ ഈ രണ്ട് പോസിബിലിറ്റീസിലും ഈ ഒരു കഥയ്ക്ക് ഏതാണ് മാച്ച് ആവുന്നത് നോക്കിയാൽ അത് രണ്ട് തന്നെയാണ്. കാരണം നോർമൽ ഒരു മൂവിയാണ്, റിയലിസ്റ്റിക്കലി കഥ പറഞ്ഞു പോകുന്ന ഒരു മൂവി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദ്യത്തെ പോസിബിലിറ്റി ശരിയാവാൻ ചാൻസ് ഉണ്ടായിരുന്നു. മറിച്ച് കറുപ്പിലേക്ക് വരുമ്പോൾ അതൊരു സൂപ്പർ നാച്ചുറലി അല്ലെങ്കിൽ സ്പിരിച്വലി ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു കഥയായതുകൊണ്ട് രണ്ട് തന്നെയാണ് ഈ കഥയ്ക്ക് ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി. സോ ബിനു മരിച്ചിട്ടില്ല. അപ്പോൾ ഈ മൂവി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണോ തോന്നിയത്, അതോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ അതൊക്കെ അങ്ങ് അറിയിച്ചേക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ബൈ.